ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ഗുരുതര ആരോപണത്തിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കില്ല. ഭാര്യയോട് മാപ്പ് പറഞ്ഞ് ഗണേഷ് കുമാർ വിവാദത്തിൽ നിന്ന് തടിയൂരി. ഇന്ന് രാവിലെയാണ് മന്ത്രി നേരിട്ട് ബിന്ദുവിനെ വിളിച്ച് മാപ്പ് പറഞ്ഞത്. തനിക്ക് പരാതിയില്ലെന്നും സർക്കാരിനോടോ മന്ത്രിയോടോ പകപോക്കാനില്ലെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. വിവാദം മുന്നോട്ടു പോകില്ലെന്ന് CPM-ന് ഗണേഷ് ഉറപ്പു നൽകി. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മാധ്യമങ്ങളോട് ക്ഷുഭിതനായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. തന്റെ ചോര കുടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഇനി മാധ്യമങ്ങളോട് സംസാരിക്കില്ലെന്നും ഗണേഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അല്പ സ്നേഹം ഞാൻ കാണിച്ചപ്പോൾ രണ്ടു ദിവസം ഇന്റർവ്യൂ ജമ്മത്ത് കൊടുക്കത്തില്ല. 2.5 കൊല്ലത്തിനകത്ത് മുണ്ടിയിട്ടില്ല. പക്ഷേ ഇന്റർവ്യൂ എല്ലാം തന്ന ഈ അടുത്ത കാലത്ത് ഒരു സൗഹൃദം കാണിച്ചത് തെറ്റായി പോയി എനിക്ക് മനസ്സിലായി. ഇനിയില്ല, ഇനി പഴയ ഗണേഷ് കുമാർ നോ നത്തിങ് ഇനിയില്ല. കാരണം 2 ഇന്റർവ്യൂ ഒക്കെ തന്ന അടുത്തൊരു സൗഹൃദം സ്നേഹം കാണിച്ചപ്പോൾ അതുങ്ങൾ അപ്പം തലയിൽ കയറി. അത് വേണ്ട. കുളയുണ്ടെ ചുമ്മാ ഇരിക്കും സഹോദരി, ചുമ്മാ ഇരിക്കും സഹോദരി, ചുമ്മാ ഇരിക്കും സഹോദരി, ചുമ്മാ ഇരിക്കും. അവനിഷ് എന്റെ വീട്ടിൽ വഴക്കുണ്ടാക്കാൻ നടക്കാൻ ആരും കിട്ടിയില്ല. ചോര കുടിക്കും, എന്റെ ചോര കിട്ടത്തില്ല. മതി കുടിച്ചത്. ആശുപത്രി ഉദ്ഘാടനത്തിന് ശേഷമുള്ള പ്രസംഗത്തിൽ വൈകാരികമായി പ്രതികരിച്ച മന്ത്രി ഗണേഷ് കുമാർ ഇത് തന്റെ വിടവാങ്ങൽ പ്രസംഗമായി കാണണമെന്നും നിങ്ങൾക്ക് കുറച്ച് DA തന്നിട്ട് പോകണമെന്നാണ് കരുതുന്നതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഞാൻ ഇത്രയും ദിവസം ഞാനൊരു ശരിക്കും പറയാം മന്ത്രി എന്ന നിലയിൽ നിങ്ങളുമായിട്ട് കാണുന്ന വിടവാങ്ങൽ പ്രസംഗമായിട്ട് കണക്കാക്കാം. ഞാനിത് നിങ്ങളോട് എല്ലാവരോടും സ്നേഹത്തോടെ എന്നോട് സഹകരിച്ചവരോട് ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് എങ്ങനെ മുന്നോട്ട് പോകുന്നു അതിനേക്കാൾ മികച്ച രീതിയിൽ മന്ത്രി മാറി വന്നാലും ആര് മാറി വന്നാലും നിങ്ങളിത് മുന്നോട്ട് നയിക്കണം. ഇത് നിങ്ങളുടെ ജീവനക്കാരായ നിങ്ങളുടെ സ്വത്താണ്. ഇത് നിലനിൽക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. റോഷിപാലും ഹരിമോഹനുമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രശ്നത്തിൽ മാപ്പ് പറഞ്ഞ് തടിയൂരാൻ മന്ത്രിക്ക് കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഈ ഒരു നിമിഷം വരെയുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇനിയൊരു പ്രതികരണത്തിലേക്കില്ല, ഇനിയൊന്നും പറയാനില്ലെന്ന് പറഞ്ഞാണ് അദ്ദേഹം മാധ്യമങ്ങളെ പഴിക്കുക കൂടി ചെയ്യുന്നുണ്ടല്ലേ? അങ്ങനെയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഈ ഒത്തുതീർപ്പായതിനു ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുഖം നൽകുന്നത്. ഇന്നലെയൊക്കെ ആ വിവാദത്തിന് ശേഷം മന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് രാവിലെയോടെയാണ് പരാതിയുമായി മുന്നോട്ട് പോകില്ലെന്ന് ബിന്ദു മേനോൻ അറിയിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ആത്മവിശ്വാസത്തോടെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുകയും രാജിവെക്കില്ലെന്ന് നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് മാധ്യമങ്ങളോട് റിപ്പോർട്ടറിനോട് പ്രതികരിക്കുന്നത്. ഒരു കാരണവശാലും ഇനി ഈ കാര്യത്തിൽ ഈ വിവാദത്തിന് പിന്നാലെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഈ കാര്യത്തിൽ കൂടുതൽ പറഞ്ഞാൽ അത് LDF-ന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത്. ആ ഘട്ടത്തിൽ പ്രതിപക്ഷമാണെങ്കിൽ ഈ കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് മന്ത്രിയുടെ വീട്ടിൽ മന്ത്രിയുടെ ഭാര്യയ്ക്ക് കയ്യേറ്റം നേരിടേണ്ടി വന്ന സാഹചര്യം, അതിൽ എന്തുകൊണ്ട് പോലീസ് നടപടിയെടുത്തില്ല എന്നതും, ഒപ്പം മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ റിപ്പോർട്ടിന് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായി പറയുന്നുണ്ട് പോലീസ് വന്നു സംരക്ഷണം നൽകിയില്ല, ഒരു സഹായവും നൽകിയില്ല. അതൊക്കെ പ്രതിപക്ഷം ആയുധമാക്കി മാറ്റി മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിൽ സ്വാഭാവികമായി ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് മന്ത്രിക്ക് പരാതിയില്ല എന്നത്. അതേസമയം പ്രതിപക്ഷം ആ നടപടി മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം അത് അവസാനിപ്പിക്കുന്നില്ല. അതുമായി മുന്നോട്ട് പോകും. മന്ത്രി രാജിവെക്കണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ആ പ്രതിഷേധത്തിൽ ഒട്ടും വീഴ്ചയില്ലാത്ത രീതിയിൽ, ഒട്ടും ഇളവില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും മന്ത്രിക്കെതിരെ. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹരിമോഹൻ കൂടിയുണ്ട്. ഹരി, ഒരുപക്ഷെ ബിന്ദു മേനോൻ ഈ ഒരു പ്രതികരണവുമായി വരില്ലായിരുന്നു. ഗണേഷ് കുമാറിന്റെ ഒരു പ്രതികരണത്തിൽ നിന്നാണ് അവർക്ക് ഇത്രയും വൈകാരികമായി അവർ ഇതിലേക്ക് പ്രതികരിക്കാൻ എത്തിയതെന്ന് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രതികരണം ഇന്നിപ്പോൾ പറഞ്ഞതും അത് തന്നെയാണ്. ഇനി ഒന്നും പറയാനില്ല, ഇനി ഒന്നും തനിക്ക് പറയാനില്ല മാധ്യമങ്ങളോട്, പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള അഭിമുഖത്തിലോ ഒന്നിനുമില്ല എന്നുള്ള കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും ശ്രുതി, ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതികരണം ഗണേഷ് കുമാർ നടത്തിയത് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിന് തന്നെ വിനയായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇനി തുടർ പ്രതികരണങ്ങൾ നടത്താനില്ല, തന്റെ ചോര കുടിക്കുകയായിരുന്നു ഈ 2 ദിവസവും മാധ്യമങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് ഗണേഷ് കുമാർ ആരോപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടാകില്ല. കൂടുതൽ സൗഹൃദവും സ്നേഹവും കാണിച്ചത് അത് തെറ്റായി പോയി. അങ്ങനെ കാണിച്ചപ്പോൾ തന്റെ തലയിൽ കയറുകയായിരുന്നു ചെയ്തത്. ഇനിയിപ്പോൾ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും ഇല്ല എന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലൊരു കോംപ്രമൈസിലേക്ക് അല്ലെങ്കിൽ എല്ലാം
ഒത്തുതീർപ്പാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി ഇനിയൊരു പരസ്യ പ്രതികരണം നടത്തുന്നത് ഉചിതമാവില്ല എന്ന നിലപാടിലാണ് മന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഗണേഷ് കുമാർ ഇപ്പോഴും KSRTC മെഡിക്കൽ സെന്ററിന്റെ പരിപാടി, അതായത് ഉദ്ഘാടന ചടങ്ങിലാണ് ഇപ്പോഴും ഗണേഷ് കുമാർ ഉള്ളത്. ആ പരിപാടിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ പോലും വൈകാരികമായ ചില പദപ്രയോഗങ്ങൾ ഒക്കെ തന്നെ നടത്താൻ ഗണേഷ് കുമാർ ശ്രമിച്ചിട്ടുണ്ട്. അതായത് മന്ത്രി എന്ന നിലയിലുള്ള തന്റെ വിടവാങ്ങൽ പ്രസംഗമായി ഇത് കണക്കാക്കണമെന്നാണ് ഇവിടെ കൂടിച്ചേർന്ന മാധ്യമങ്ങളോടും ഒപ്പം തന്നെ KSRTC ജീവനക്കാരോടും അടക്കം ഗണേഷ് കുമാർ പറഞ്ഞത്. പക്ഷെ അത് ഏത് തരത്തിലാണ് ഗണേഷ് കുമാർ പറഞ്ഞത്? ഇനി തെരഞ്ഞെടുപ്പ് വരുന്നത് കണക്കാക്കിയാണോ അതെയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതിൽ ഇനിയൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാര്യ ബിന്ദു മേനോനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിലൊന്നും തന്നെ ഒരു പരസ്യ പ്രതികരണം, അതായത് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതുപോലെയുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഗണേഷ് കുമാറിൽ നിന്ന് ഇനി ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ ഇപ്പോൾ പറഞ്ഞ ഈ ഒത്തുതീർപ്പാക്കിയിരിക്കുന്ന വിഷയം കൈവിട്ടു പോകും എന്ന് തന്നെയുള്ള വിലയിരുത്തലിൽ തന്നെയാണ് മന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ആദ്യഘട്ടത്തിലൊന്നും അങ്ങനെ ഒരു വിവാദത്തിലേക്ക് അല്ലെങ്കിൽ ഭാര്യ അത്തരത്തിലൊരു പരസ്യ പ്രതികരണം നടത്തി ഗണേഷ് കുമാറിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളൊന്നും എത്തിയിരുന്നില്ല. പക്ഷേ അപ്പോഴേക്കും ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ട് ഈ വിഷയത്തിലൊക്കെ തന്നെ വലിയൊരു പ്രതികരണം നടത്തുകയും ചില വാക്കുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു. അതാണ് പിന്നീട് വലിയൊരു രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുകയും അതാണ് പിന്നീട് ഗണേഷ് കുമാറിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പരസ്യ പ്രതികരണം നടത്തി കഴിഞ്ഞാൽ തനിക്ക് കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് മന്ത്രി നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം മന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരിക്കൽ കൂടി നമ്മൾ പ്രതികരണം ചോദിക്കുന്നുണ്ട്, അദ്ദേഹം പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരിക്കൽ കൂടി നോക്കാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും മാപ്പ് പറഞ്ഞ് തടിയൂരിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. മന്ത്രിയുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. ഹരിമോഹനും